ശനിയാഴ്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട HDFC ബാങ്കിനെയും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. HDFC ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്നതിന് മുൻപേ 1.4% ഉയർന്ന് 1905 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 14.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 20.94 1%-ന് മുകളിൽ ഡിവിഡൻഡ് ഈൽഡും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് മാർജിനിലും ഉണ്ടായിരിക്കുന്ന വർധനവാണ്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 6.7%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 5.3% വർദ്ധിച്ച് 17,616 കോടിയായി മാറിയിട്ടുണ്ട്. അനലിസ്റ്റ് 17,072 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് HDFC ബാങ്കിന് കാഴ്ചവെക്കാൻ സാധിച്ചു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 22 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 27 തീയതിയാണ്. HDFC ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇയർ ഓൺ ഇയറിൽ ഡിറ്റോറിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഗ്രോസ് NPA 1.42% ആയിരുന്നു. അതിപ്പോൾ 1.33% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 1.24 നിന്നും 1.33 ഗ്രോസ് NPA ഉയരുകയാണ് ഉണ്ടായത്. നെറ്റ് NPA 0.46% നിന്നും 0.43% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 0.33 നിന്നും 0.43 ഉയരുകയാണ് ഉണ്ടായത്. അബ്സല്യൂട്ട് NPA 36,018 കോടിയിൽ നിന്നും 35,222 കോടിയിലേക്ക് എത്തുകയും അബ്സല്യൂട്ട് 22 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം അബ്സല്യൂട്ട് NPA 31,173 കോടിയായിരുന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ അബ്സല്യൂട്ട് NPAയിലും വർധനവുണ്ടായിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയി എന്നുള്ള ഫാക്റ്റ് നമ്മൾ അംഗീകരിച്ചാലേ പറ്റൂ. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉൾപ്പെടെയുള്ള എല്ലാ സെഗ്മെൻറ്റിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10.3% വർദ്ധിച്ച് 29,080 കോടിയിൽ നിന്നും 32,070 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3.54% ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. 3.65% നിന്നും 3.46% കോർ ഇൻട്രസ്റ്റ് മാർജിൻ ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇനി ബാങ്കിൻ്റെ അതർ ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതർ ഇൻകത്തിലും വർധന ഉണ്ടായിട്ടുണ്ട്. അതർ ഇൻകത്തിൽ നിന്നും 12,030 കോടി രൂപയാണ് കമ്പനി നേടിയിരിക്കുന്നത്. പ്രധാനമായും 4 സെഗ്മെൻറ്റാണ് അതർ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഒന്നാമത്തേത് ഫീസ് ആൻഡ് കമ്മീഷൻ, ഇതുവഴി 8,530 കോടി രൂപയും ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഡെറിവേറ്റീവ് റവന്യൂ വഴി 1,440 കോടി രൂപയും ട്രേഡിംഗ്, മാർക്കറ്റ് ഗെയിൻ എന്നിവ വഴി 390 കോടി രൂപയുടെയും റിക്കവറി എന്നിവ വഴി 1,670 കോടി രൂപയുമാണ് ബാങ്ക് നേടിയത്. ഇനി ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സിലും അഡ്വാൻസിലും വർധനവുണ്ടായിട്ടുണ്ട്. ഡെപ്പോസിറ്റ് 15.8% വർദ്ധിച്ച് 21.8 ലക്ഷത്തിൽ നിന്നും 25.2 ലക്ഷമായി ഉയർന്നു. സീക്വൻഷ്യലി നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റിൽ 3.1% വർധനവുണ്ടായി. ബാങ്കിൻ്റെ ആവറേജ് ക്യാസ ഡെപ്പോസിറ്റ് 8.3 ലക്ഷം കോടിയായി ഉയർന്നു. 7.85 ലക്ഷം കോടിയിൽ നിന്നും 5.7% ക്യാസ ഡെപ്പോസിറ്റ്സിൽ വന്നിരിക്കുന്നത്. ഇനി അഡ്വാൻസസ് നോക്കുകയാണെങ്കിൽ അഡ്വാൻസസിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. 7.7% എന്ന റേഷ്യയിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും അഡ്വാൻസ് അണ്ടർ മാനേജ്മെൻറ്റും ഉയർന്നിട്ടുണ്ട്. 26.44 ലക്ഷം കോടി രൂപയുടെ ഗ്രോസ് അഡ്വാൻസ്, അതായത് ടോട്ടൽ വായ്പയാണ് ബാങ്കിൽ കാണുന്നത്. ഇതിൽ തന്നെ റിറ്റെയിൽ ലോൺ സെഗ്മെൻറ്റ് 9% വളർച്ചയും കൊമേഴ്സ്യൽ ആൻഡ് റൂറൽ ബാങ്കിംഗ് സെക്ടറിൽ 12% വളർച്ചയും കോർപ്പറേറ്റ് ആൻഡ് ഹോൾസെയിൽ ലോൺ സെഗ്മെൻറ്റിൽ 3.6% വളർച്ചയും ഓവർസീസ് അഡ്വാൻസിൽ 1.7% വളർച്ചയും ബാങ്ക് കൈവരിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ RBIയുടെ റിക്വയർമെൻറ്റിനേക്കാളും ഉയർന്ന ലെവലിൽ തന്നെയാണ്. 11.7% ക്യാപിറ്റൽ അഡിക്വസി വേണ്ടെടുത്ത് 19.6%-അടുത്തുള്ള ക്യാപിറ്റൽ അഡിക്വസി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്ക് വെയ്റ്റഡ് അസറ്റ് 26.60 ലക്ഷം കോടിയാക്കി ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം 1,850 എന്ന ലെവലിൽ സ്റ്റോക്കിൽ 2 ദിവസത്തിന് മുൻപേ ഒരു ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 1,900 മുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ വിസ്മരിക്കാൻ പാടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.